ഹായ് ഗൈസ്. ഹലോ ഓൾ. ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാഫ് ഓഫ് ദി വേ ആയി. എൻ്റെ കൂടെ നോറ ആൻഡ് സിതപ്പൻ. സോ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കണ്ണൂരിൽ പോകുന്നത്. എന്തിനാണ് നമ്മൾ പോകുന്നത് ഗൈസ്? കല്യാണം കൂടാൻ. ഒരു കല്യാണത്തിന് പോവാണ്. പ്ലസ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരിലേക്ക് പോകുന്നത്. നിങ്ങൾ അതിന് മുൻപ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനാണ്. ഞാൻ ദേ വന്നു പോയി എന്നൊരു അവസ്ഥയിലും കണ്ണൂർ പോയി. ഓക്കെ, പോയിട്ടുണ്ട് ഇതിന് മുൻപ്. ഞാൻ പോയിട്ടുണ്ട്. ഞാനും പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് നേരെ കാസർഗോഡിലേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാർ എടുത്തിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കണ്ണൂരിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. കണ്ണൂരേക്ക് പോയിട്ടുണ്ട്. റാന്തലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ബീച്ചിൽ പോയിട്ടുണ്ട്. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ബീച്ചിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. So what is so excited about? We are looking forward to explore the food. Yeah, more than the function. നമ്മള് ഫംഗ്ഷൻ, കല്യാണത്തിനേക്കാളും സദ്യ കഴിക്കണം നോറ. എനിക്ക് കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് അടിക്കണമെന്നുണ്ടായിരുന്നു. അതും പിന്നെ ഒരു കല്യാണം കല്യാണം കൊള്ളണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് റോഡ് ട്രിപ്പ്? റോഡ് ട്രിപ്പ് അടിപൊളി. And most importantly we are going to explore the culture of Kannur. Late actually, but still the trip is Actually we are going to explore the culture of Kannur. കണ്ണൂരിൽ നിന്ന് കൂർഗ് എത്തി നമ്മള്. Yes, Coorg എത്തി guys. കൂർഗ്. ഓക്കെ, സോ നമ്മൾ സംവെയർ നിയർ കൂർഗ്. ഓൾമോസ്റ്റ് നമുക്കിനൊരു 3.5 hours നമ്മൾ പയ്യന്നൂരിലെത്തും. സോ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം ഈ പോകുന്ന വഴിക്ക്. ആസ് ഓൾവേസ് ഞാൻ നാട്ടിലേക്കൊക്കെ പോകുന്നത് പോലെ ഇതുപോലെ ഞാൻ കാറിലിരുന്ന വീഡിയോ ചെയ്യാറുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടോപ്പിക്കൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബട്ട് ഐ എം ഗോണ ആസ്ക് a question from maybe Nora or Sidhu. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ പ്രോബബ്ലി നമുക്കത് ഡിസ്കസ് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ. സോ അത് നോറയ്ക്ക് തോന്നിയിട്ടുള്ളതോ അല്ലെങ്കിൽ സിദ്ധിന് തോന്നിയിട്ടുള്ളതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. സോ പക്ഷേ അത് ഒരുപാട് ആളുകൾക്കും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. സോ അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? എപ്പോഴും എനിക്കൊരു ചോദ്യമുണ്ട്. ഹൗ ടു സേ നോ ടു പീപ്പിൾ ആൻഡ് when should we when will we say it? When should we say it? How to say no and when to say no. So before that, see, probably ഇപ്പം നോറ ഈ ഒരു കാര്യം പറയുമ്പോൾ you will be connecting with people, right? വേറെ ആളുകളായിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. വേറെ ആളുകളുടെ അടുത്ത് എങ്ങനെ നോ പറയണം എന്നുള്ളതായിരിക്കും മനസ്സിൽ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം അതായിരിക്കും. പല ആളുകളുടെ അടുത്ത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, സെൽഫായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഫോഴ്സ്ഫുള്ളി യെസ് എന്ന് പറയും. പിന്നെ മൊത്തം ഞാൻ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പോഴേ നോ പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ചെയ്യുവാണല്ലോ, ഇതിങ്ങനെ ചെയ്യുവാണല്ലോ. I will not get a satisfaction in doing something when I say no. When I wanted to say no but I said yes and I'm doing something. അതൊരു വേർഷൻ. എൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കഷ്ടപ്പെട്ട് നോ പറയും. Then later on I regret I say no. So ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ നോ പറയുന്നത് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവരെ ഇപ്പം എന്തെങ്കിലും ഒരാളുടെ അടുത്ത് നോ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവർ സന്തോഷമായിട്ടിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ഓർ മേ ബി ലൈക്ക് ചില ആളുകൾ മോർ എംപത്തറ്റിക് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളൊരു നോ പറയുന്ന സമയത്ത് അവർക്കത് ഒരുപാട് വിഷമാവും എന്നുള്ളതായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. സോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ആക്ച്വലി? ഇപ്പോൾ ഒരാളുടെ അടുത്ത് നോ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് എസ് പറയുന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് കൺസിഡറേഷൻ എക്സ്പെക്ട് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ സ്നേഹം എക്സ്പെക്ട് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറയുന്നുണ്ടായിരിക്കാം? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയുവാന്ന് വെച്ചോ, ഗുഡ് ഫ്രണ്ട്. അപ്പം അവരോട് നമ്മൾ അവരുടെ എക്സൈറ്റ്മെന്റ് കാരണം നമ്മൾ യെസ് എന്ന് പറഞ്ഞു പോകും. ബട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും അത്. പക്ഷെ ഐ വിൽ ഡു ഇറ്റ് ഫോർ ദെം. അത് റിലേഷൻഷിപ്പ് കളയാനോ അങ്ങനെയൊന്നുമല്ല, അത് എംപത്തറ്റിക് ആയതുകൊണ്ടായിരിക്കും. ഐ എം ബേസിക്കലി ഐ ഡോണ്ട് നോ ഇഫ് ഐ എം എ പീപ്പിൾ പ്ലീസർ ബട്ട് I like doing stuff for my friends and my family and people who I like. So പക്ഷെ ചില നോ, ഇപ്പൊ നോറ് പറയുന്ന നോ, ചില നോ എന്ന് യെസ് പറയുന്ന സമയത്ത് ആ കേൾക്കുന്ന ആൾക്ക് ഇപ്പം പറഞ്ഞതുപോലെ വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാര്യമായിരിക്കും.
അത് മേ ബി ലൈക്ക് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന കാര്യമായിരിക്കാം, അത് ഫ്രണ്ട്സോ ആരും ആയിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു എസ് അവരെ ജെന്യൂൻലി സന്തോഷിപ്പിക്കുന്നുണ്ടാവും അല്ലേ. സോ അത് മേ ബി കാര്യങ്ങൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ സ്റ്റിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരുടെ ഒരു ഇൻട്രസ്റ്റും എൻ്റെ ഒരു ഇൻട്രസ്റ്റും ഡിഫർ ആകുമല്ലോ. അപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് തോന്നും പക്ഷേ ഇവർക്ക് നമുക്ക് യുനോ വെൻ ഐ ഹാവ് ടു പുട്ട് ഇൻ ലോട്ട് ഓഫ് എഫേർട്ട് ഓർ എവിടെയെങ്കിലും എനിക്കൊരു പോയിന്റിൽ തോന്നും പക്ഷെ അപ്പോഴേ നോ പറഞ്ഞാൽ മതിയായിരുന്നു, നമ്മൾ എന്തിനാ ഇത്രയും ചെയ്യുന്നേ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിൽ വരും. സി നോറയുടെ ഒരു സിറ്റുവേഷൻ പറയുന്ന സമയത്ത് നോറയ്ക്ക് അറിയാം ഒരു നോ പറയുന്ന സമയത്ത് എന്തൊക്കെ തോട്ട് പ്രോസസ്സിലൂടെ ആയിരിക്കും നോറ പോകുന്നത് എന്നുള്ളത് അല്ലെ. ലേറ്റർ ലൈക്ക് എങ്ങനെയാണ് നോറ അതിൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ബിക്കോസ് നോറയ്ക്ക് നോറയുടെ ക്യാരക്ടർ എങ്ങനെയാന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം, എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് ചില കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും അല്ലേ. സോ അവിടെ ചില കാര്യങ്ങൾ ഇപ്പൊ നോ യെസ് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ, പക്ഷേ അവിടെ നോറ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ആ ഒരു യെസ് കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. മേ ബി അത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് ഒരാളുടെ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടോ വാലിഡേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ഒരു കൺസിഡറേഷൻ നമുക്കേ കൊടുക്കുന്നില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് എക്സാക്ട്ലി നിനക്കറിയാം അല്ലെ. സോ ആ ഒരു ഫീലിംഗ് നീ അഡ്രസ് ചെയ്യുന്നില്ല, നീ വാലിഡേറ്റ് ചെയ്യുന്നില്ല, റൈറ്റ്. സോ ഒരു നോ എന്ന് പറയുന്ന ഒരാളൊരു കാര്യം ചോദിക്കാണ്, പ്രോബബ്ലി നിന്നെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിന്നെ ഗ്രാൻഡ് ആയിട്ട് എടുക്കുന്ന പ്ലേസ് ആയിരിക്കാം. നിനക്ക് ഓൾറെഡി അറിയാം അവിടെ വീണ്ടും ഒരു എസ് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ് നിനക്ക് ഉണ്ടാവുക എന്നുള്ളത്. സോ ആ ഒരു ഓണർഷിപ്പ് നിനക്ക് കൊടുക്കുന്ന സമയത്താണ് അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പം നിനക്ക് ഇഷ്ടമില്ലാത്തൊരു പ്ലേസിൽ, നിനക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു പ്ലേസിൽ നിനക്ക് അവിടെ എസ് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിന്റെ ഫീലിങ്സ് നീ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം നീ ആ ഒരു ഓണർഷിപ്പ് എടുക്കുന്നില്ല. സോ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു എംപ്റ്റി ആയിട്ടുള്ള ഒരു വീട് പോലെയാണ്. ഓക്കെ, സോ അവിടെ ആ ഒരു നമ്മളൊരു പ്ലേസിൽ നമ്മൾ യെസ് നോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ വീട്ടില് ആളുകളുള്ള വീട് പോലെയാണ്. ഓക്കെ, അവിടെ ആളുകളെ എല്ലാരും വന്ന് കയറി പോയില്ല, അവർക്കറിയാം അവിടെ ഒരാൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത്. പെർമിഷൻ വേണം എന്നുള്ളത് അറിയാം അല്ലെ, ചോദിക്കണം, പെർമിഷൻ വേണം, അല്ലെങ്കിൽ ഇന്ന ടൈം ഇന്ന സമയത്ത് പോകാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആൾ താമസമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീട്ടില് ആളുകൾക്ക് അറിയാം. അത് നീ പറയേണ്ട കാര്യം പോലും ഇല്ല, ഞാൻ ഇങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പറയേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പം ഒരു താമസമൊന്നും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആര് വന്നു പോയാലും പ്രശ്നമില്ലാത്തൊരു വീടാണെന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ആ ഒരു പ്ലേസ് ട്രീറ്റ് ചെയ്യുള്ളൂ, റൈറ്റ്. സോ നമ്മൾ അങ്ങനെ ആ ഒരു ഓണർഷിപ്പ് നമ്മളുടെ മേലെ എടുക്കുന്ന സമയത്ത് അതിലൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് യെസ് ഓർ നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ, അത് നമുക്ക് ജെന്യൂൻലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, അത് പ്രോബബ്ലി നമുക്ക് ലേറ്റർ റിഗ്രറ്റ് ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ട്രബിളിലേക്ക് കൊണ്ടുവരാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യം, ഓർ വീണ്ടും ഒരു ചാൻസ് കൊടുക്കുന്നത് പോലെയുള്ള ഒരു കാര്യമായിരിക്കും ചില ആളുകൾക്ക്. ഓക്കെ, സോ അങ്ങനെയൊക്കെ തോന്നുന്ന പ്ലേസിൽ നമ്മൾ നോ പറയണം. ഇപ്പം നോറ ചോദിച്ചല്ലോ വെൻ ടു സേ നോ എന്നുള്ളത്. സി യു നോ എക്സാക്ട്ലി വെൻ ടു സേ നോ, യു ഓൾറെഡി നോ ദ ആൻസർ, റൈറ്റ്. സോ ഈ ഒരു തോട്ട്സേ വന്നത് നോറയ്ക്ക് അറിയാം. ഓക്കെ, ഇന്ന പ്ലേസിൽ നോ പറയണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. സോ ആ ഒരു അവയർനെസ് ആണ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ആണ്, അവിടെയാണ് ലൈക്ക് നമ്മൾ react ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത്. At that moment you have to start saying yes, how to say no. Once you overcome that, when to say no. Once you overcome that, then later on in similar situations you will be able to say how to say no. It's such an like എന്താ പറയാ, വളരെ ഡെപ്ത് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, മോറോവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ലൈക്ക് സെയിം ഇഷ്യൂ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊരു ടൈമിൽ നോ പറയാനും ചില പ്ലേസിൽ എനിക്ക് വേണമെന്ന് എനിക്ക് പറയാനും എനിക്ക് അറിയില്ല. സോ ഐ നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ്. പക്ഷേ നമ്മളിതൊരു ഗെയിം ആയിട്ട് എടുക്കുന്ന സമയത്ത് നൗ യു നോ യു ഹാവ് ദിസ് പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ സ്റ്റാർട്ട് ലൈക്ക് എ ഗെയിം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ട് മാത്രം എടുക്കാം. ഇത് വലിയൊരു പ്രോബ്ലമോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് നോ പറയാൻ പറ്റില്ല, എന്നെ ആളുകൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എനിക്കിതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ജസ്റ്റ് ടേക്ക് ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഐ എം ഗോണ ഡീൽ വിത്ത് ദാറ്റ്. സോ അതുവരെ പേടിയായിരിക്കും നമുക്ക്, നമ്മളായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അവർ വന്ന് ചോദിച്ചാൽ ഞാൻ നോ പറയേണ്ടി വരും അല്ലെങ്കിൽ എസ് പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാമെന്ന് വിചാരിക്കും. ഇനി നമ്മളായിട്ട് ഇറങ്ങി വരിക.
ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളായിട്ട് കണ്ടുപിടിക്കാം. ഇപ്പം മേ ബി ഓഫീസിലായിരിക്കാം, ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കാം, പാരന്റ്സിന്റെ അടുത്തും വേണം. ചില സമയത്ത് നമ്മൾ പാരന്റ്സിന്റെ അടുത്തും യെസ് ഓർ നോ പറയണം, റൈറ്റ്? ബിക്കോസ് നമുക്കറിയാം യെസ് ആൻഡ് നോ പറയണം ഡെഫിനറ്റ്ലി. ചില സമയത്ത് നമ്മൾ യെസും പറയണം, ചില സമയത്ത് നമ്മൾ നോയും പറയണം. അത് ആരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മള് ഓരോ പക്ഷെ അവിടെ നമ്മുടെ പാരന്റ്സ് അല്ലേ, സോ അവരെ വിഷമിക്കാൻ പാടില്ല. പക്ഷെ എക്സാക്ട്ലി നമ്മൾ അവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ഒരു നോ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ വിഷമം ഉണ്ടാവുന്നുണ്ടോ? That is something we must consider. ചിലപ്പോ ഉണ്ടാവും. അത് നമ്മളുടെ സെൽഫ് ഗ്രോത്തിന്, നമ്മളുടെ മനസ്സമാധാനത്തിന് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരുപാട് അതാ ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ചിലപ്പോ at that moment you won't realize it is for our own self growth. ആ ഒരു മൊമെന്റില് we feel that അയ്യോ നോ പറയണ്ടായിരുന്നു എന്നൊരു ആ ഒരു സംഭവം ആ ഒരു മൊമെന്റിലുണ്ടാവും. Why? Because നമ്മൾ യൂസ്ഡ് ആയി. നമ്മുടെ പാരന്റ്സ് എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ യൂസ്ഡ് ആയി. സോ അതിൽ ഇപ്പം ഈവൻ നമ്മുടെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും അവരിലും തെറ്റും ശരി ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി അവർ നമുക്ക് വേണ്ടിയിട്ടായിരിക്കാം സംസാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. സോ സിദ്ധു പറഞ്ഞ പോലെ നമുക്ക് ഇനീഷ്യലി നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ ഒരു പോയിന്റ് ആവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവില്ലേ, ഓക്കെ ഇത് തിരിച്ചറിവ് വരുന്ന സമയത്ത്. അതാണ് ഇപ്പം നോറ ചോദിച്ച പോലെ വെൻ ടു സേ നോ. ആ ഒരു തിരിച്ചറിവ് വരുന്ന സമയത്ത് there is something that I need to change എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ചില സമയത്ത് നമ്മൾ യെസ് ഓർ നോ പറയുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലൊക്കെ വിഷമിപ്പിക്കേണ്ടി വരും. അത് ഞാനൊരു കാര്യം അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. മാറ്റം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് മാറ്റം സംഭവിക്കുന്ന സമയത്തും അവിടെ ഒരു വേദന ഉണ്ടാവും, അല്ലെ? ജസ്റ്റ് ഇമാജിൻ നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് why we are going to gym, maybe ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി വെൻ വി ടേക്ക് വെയിറ്റ് ലോസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യത്തെ ദിവസം നമ്മൾ പോകും, സെക്കൻഡ് ഡേ മുതൽ നമുക്ക് പെയിൻ വരാൻ തുടങ്ങും, അല്ലെ? സോ ബിക്കോസ് നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ അതാണ് ആ ഒരു പെയിൻ വരുന്നത്. ഇപ്പം ഈവൻ നമുക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്തും ഒരു ജോബ് ചേഞ്ച് ആവുന്ന സമയത്തും നമ്മൾ അത്ര കാലം നമ്മുടെ പാരന്റ്സിനെ പ്രിയേണ്ടി വരുന്ന സമയത്തും ഓരോ സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ കമ്മിങ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. ഈവൻ നമുക്ക് ഇപ്പം ഒരു യെസ് ഓർ നോ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് അഗെയിൻ നമ്മുടെ കംഫർട്ട് സോൺ ആണ്, നമ്മൾ ഹാബിറ്റ് ആയി പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ വേദന ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ യെസ് that become our habit. So ചില ആളുകൾ അതിൽ സെറ്റിൽ ആയി പോകും, അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. യെസ്. സോ ഇൻസ്റ്റെഡ് ലൈക്ക് ഇപ്പം ഇതൊരു വലിയൊരു പ്രോബ്ലം ആണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഇനി അങ്ങനത്തെ അവസരങ്ങൾ നമ്മളായിട്ട് കൊണ്ടുപോവാം. ഇപ്പൊ നമ്മൾ കല്യാണത്തിന് പോവാണ്, മേ ബി നോറയ്ക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ആരെങ്കിലും സെർവ് ചെയ്യുന്ന സമയത്ത് മേ ബി നോറയ്ക്ക് അത് നോ പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ലൈക്ക് സിമ്പിൾ എക്സാമ്പിൾ, ഓക്കെ സോ വേണ്ട ചേട്ടാ എനിക്ക് വേണ്ട എന്നുള്ളത് പറയാം, ഓക്കെ? ഓർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് ഓരോ ദിവസവും ഓരോ അവസരം ഉണ്ടാവും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആൻഡ് സ്ലോലി അത് നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് വരും. ഇപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ നീ പറഞ്ഞല്ലോ സദ്യയിൽ എന്തെങ്കിലും ഓക്കെ എക്സാമ്പിൾ ഞാൻ നോ പറയുന്നു, അപ്പം പീപ്പിൾ ആർ ട്രൈങ് ടു കൺവിൻസ് മീ സേയിങ് ദാറ്റ് ഇല്ല നിന്റെ നല്ലതിനാ പറയുന്നത്, വൈ കാൺട്ട് യു ലിസൺ ടു us? ബട്ട് ഐ നോ ഫോർ ക്ലിയർലി ഫോർ ഷുവർ ദാറ്റ് എനിക്കിത് വേണ്ട, ദാറ്റ്സ് വൈ ഐ ആം സേയിങ് നോ. But why can't and I'm expecting people to understand that, but അവരത് ചെയ്യുന്നില്ല, they trying to impose that thought on me. Okay, then what do I do? Okay, exactly ഇപ്പം പറഞ്ഞതുപോലെ അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കാം, ബട്ട് ബേസ്ഡ് ഓൺ their experience, their belief. സോ അത് നമുക്കവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റ് ദാറ്റ് വൺ. And on top of that, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒരാളെ എന്താ പറയാ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ആരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സ് ആരും ഹാപ്പി ആക്കാൻ പറ്റില്ല. നമ്മൾ ഒരു മാറ്റം എടുക്കുന്നത് ഒന്നുകിൽ നമ്മൾ പീപ്പിൾ പ്ലീസർ ആയിട്ട് എല്ലാവരും സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ അതാണെങ്കിലും ഇപ്പൊ ഒരാളെ പ്ലീസ് ചെയ്യിപ്പിക്കും, പക്ഷെ അത് കാണുന്ന വേറെ പല ആൾക്കാർ അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെയും ഇല്ല, നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥാനമില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക്
നമ്മൾ ആ വീട്ടിലേക്കും പോകും ഈ വീട്ടിലേക്കും പോകും, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല. രണ്ട് വഞ്ചൂര് രണ്ട് കാര്യം. അതെ, ഈ ഒരു കാര്യം പറഞ്ഞ സമയത്താണ് ഇപ്പം നമുക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് യെസ് പറയണം, നോ പറയണം. ആ ഒരു സമയത്താണ്